നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെ പിന്നിൽ നിന്ന് കുത്താൻ ആ ഉച്ചവിരുന്ന സൗജന്യം അസിം മുനീറിനെ എടുത്തൊടുക്കുകയാണിപ്പോൾ ഇറാനിലെ ജനങ്ങൾ. ഇന്ത്യ പാക് സംഘർഷത്തിന് ആഴ്ചകൾക്ക് ശേഷം പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ അസിം മുനീർ വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ സന്ദർശിച്ചിരുന്നു. അസിം മുനീറിന് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉച്ചവിരുന്നമൊരുക്കി. വലിയ സൗഹൃദമാണ് അസിം മുനീറുമായി ട്രംപ് പങ്കുവച്ചത്. പാകിസ്ഥാനും ഇറാനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് ഇരു രാജ്യങ്ങളും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി അസിം മുനീർ ഇപ്പോൾ വൈറ്റ് ഹൗസിലെത്തിയതും ട്രംപ് അസിം മുനീറിനെ ചേർത്ത് പിടിച്ചതും. തനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കാൻ പാകിസ്ഥാൻ ശുപാർശ ചെയ്തതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ട്രംപ്. സമയം വരുമ്പോൾ ഇറാനെ പിന്നിൽ നിന്ന് കുത്താനാണ് അസിം മുനീറിന് ഉച്ചവിരുന്ന് ട്രംപ് നൽകിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾ. തൊട്ടപ്പുറത്ത് ഇന്ന് ഇറാൻ ശക്തമായ ഭാഷയിൽ പാകിസ്ഥാനെതിരെ മുന്നറിയിപ്പ് നൽകി. ഒരു മൂന്നാം കക്ഷി യുദ്ധത്തിലേർപ്പെട്ടാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇറാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത്. പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറയാതെ ഇറാൻ വിദേശകാര്യമന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകി. അസിം മുനീറിൻ്റെ വൈറ്റ് ഹൗസ് സന്ദർശനത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ മൂന്നാം കക്ഷി ഇടപെട്ടാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ജാവേദ് ഹുസൈനി പരസ്യമായി മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇന്ത്യയോടുള്ള നിരാശ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇറാൻ അംബാസഡർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ ഇറാനൊപ്പം നിലയുറപ്പിക്കാത്തതിൽ നിരാശയിലാണ് ഇറാൻ. അമേരിക്കയുടെ മുന്നിൽ ഒരു നിരുപാധിക കീഴടങ്ങലിനില്ല എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോൾ മറുവശത്ത് അസിം മുനീറിനെ ചേർത്ത് പിടിച്ച് പാകിസ്ഥാനിലേക്ക് ചുവടുറപ്പിക്കുകയാണ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജൂൺ 18-ാം തീയതിയാണ് അസിം മുനീറിന് ട്രംപ് വൈറ്റ് ഹൗസിൽ ഉച്ചവിരുന്നൊരുക്കിയത്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ് അസിം മുനീർ അമേരിക്കയിൽ നടത്തിയത്. ഇതിനിടയിൽ പ്രതിരോധ സെക്രട്ടറിമാരുമായി കൂടിക്കാഴ്ച നടത്താനും പാകിസ്ഥാൻ തീരുമാനിച്ചു. US സൈന്യത്തിൻ്റെ 250-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ അസിം മുനീറിനെ ആദ്യം ക്ഷണിച്ചുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. പാകിസ്ഥാൻ്റെ അയൽ രാജ്യമാണ് ഇറാൻ. ഏകദേശം 900-ലധികം കിലോമീറ്റർ ഇരു രാജ്യങ്ങൾക്കിടയിലും അതിർത്തി. ഇറാനിൽ ഒരു ഭരണമാറ്റത്തിന് പാകിസ്ഥാനിൽ ചുവടുറപ്പിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇറാനെതിരെ സമഗ്രമായൊരു സംയുക്ത തന്ത്രം ഇരു രാഷ്ട്രങ്ങൾക്കിടയിലും ഉരുത്തിരിഞ്ഞു എന്ന് സൂചനകൾ പുറത്തു വരുന്നു. ഇത് ഇറാനെ ചെറുതായൊന്നുമല്ല ചൊടിപ്പിക്കുന്നത്. മറുവശത്ത് ന്യൂഡൽഹിയും കട്ടക്കലിപ്പിലാണ്. G7 ഉച്ചകോടിയിൽ വെച്ച് കാനഡയിൽ മോദിയെ കണ്ട ട്രംപ് അമേരിക്ക കൂടി സന്ദർശിച്ച് മടങ്ങാമെന്ന് മോദിയോട് പറഞ്ഞിരുന്നു. എന്നാൽ മോദി സ്നേഹപൂർവ്വം ക്ഷണം നിരസിച്ചു. അതിനു പിന്നിലും അസിം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനമുണ്ട് എന്ന് വ്യക്തം. കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയിൽ അമേരിക്കയ്ക്കും പാകിസ്ഥാനുമിടയിൽ നിരവധി വിള്ളലുകൾക്ക് കാരണമായ അനേക സംഭവങ്ങൾ. അതെല്ലാം മറന്ന് അസിം മുനീറിനെ ചേർത്ത് പിടിക്കാൻ എന്തുകൊണ്ട് ട്രംപ് ശ്രമിച്ചു? ഇതിന് ഇന്ത്യയുടെ സൗഹൃദം ബലി കൊടുക്കേണ്ടി വരുമോ ഡൊണാൾഡ് ട്രംപിന്? ഏപ്രിൽ 22-ലെ പഹൽഗാം ഭീകരാക്രമണത്തെ ട്രംപും സംഘവും അപലപിച്ചപ്പോൾ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയില്ല അമേരിക്ക. പിന്നീട് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായപ്പോഴും അത് തങ്ങളെ ബാധിക്കുന്നില്ല എന്ന നിലപാടാണ് അമേരിക്ക കൈക്കൊണ്ടത്. ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തുറന്നടിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരാണവായുധ യുദ്ധത്തിൻ്റെ വക്കിൽ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ താൻ ആവശ്യപ്പെട്ടു എന്ന ട്രംപിൻ്റെ വീൺവാക്ക്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ യുദ്ധസംഘർഷത്തിന് അയവ് വരുത്തിയത് തൻ്റെ ഇടപെടലാണ് എന്ന് ട്രംപ് തുറന്നടിച്ചു. എന്നാൽ ഇന്ത്യ ഇത് പരസ്യമായി നിഷേധിച്ചു. ട്രംപിൻ്റെ അവകാശവാദങ്ങളുടെ മുന ഒടിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ മറുപടി ഇത് ട്രംപിനെ അലോസരപ്പെടുത്തിയെന്ന് വ്യക്തമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയോട് അഭ്യർത്ഥിച്ചുവെന്നും അമേരിക്ക മുൻകൈയെടുത്താണ് ഇത്തരമൊരു യുദ്ധവിരാമത്തിലെത്തിയത് എന്നും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. മെയ് 10-ന് വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്ക പാകിസ്ഥാന് മറ്റൊരു വലിയ സഹായവും നൽകി. $1 ബില്യൺ IMF ബാങ്ക് വായ്പയാണ് പാകിസ്ഥാനെ അന്ന് പിടിച്ചു നിർത്തിയത്. ന്യൂഡൽഹിയുടെ ശക്തമായ വിയോജിപ്പുകൾ മറികടന്നുകൊണ്ട് പാകിസ്ഥാനെ സഹായിച്ച അമേരിക്കൻ നിലപാട്. ഇതിനെതിരെ ലോകവ്യാപകമായി വിമർശനങ്ങളുമുയർന്നു. US സെൻട്രൽ മേധാവി പാകിസ്ഥാനെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒരു അസാധാരണ പങ്കാളി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇതും ഇന്ത്യ ചൊടിപ്പിച്ചു.
ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വേണ്ടിയുള്ള സന്തുലിത പ്രസ്താവനകളായിരുന്നു അമേരിക്കയിൽ നിന്ന് വന്ന പ്രസ്താവനകളിൽ പലതും. പാകിസ്ഥാനെ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റാക്കി നിലനിർത്തിക്കൊണ്ട് ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതി അമേരിക്ക തയ്യാറെടുക്കുന്നുവോ അതിൻ്റെ ഭാഗമായിരിക്കാം അസിം മുനീറിനെ വിളിച്ച് ഉച്ചവിരുന്ന് നൽകിയത്. സാമ്പത്തികമായി തകർന്ന് രാഷ്ട്രീയമായി അസ്ഥിരമായ നിലയിലാണ് പാകിസ്ഥാൻ. ഇന്ത്യ പാക് യുദ്ധവേളയിൽ പാകിസ്ഥാൻ മുട്ടിലിഴിയുന്ന കാഴ്ച ലോകം കണ്ടു. എന്നിട്ടും പാകിസ്ഥാനെ കൈപിടിച്ചുയർത്തുമോ അമേരിക്ക എന്ന ഭയം ഇന്ത്യക്ക് ഇപ്പോൾ ശക്തമാണ്. തികച്ചും വഞ്ചനാപരമായ ഒരു നിലപാടിലേക്ക് അമേരിക്ക കടക്കുന്നുവോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. പാകിസ്ഥാനെ ഹ്രസ്വകാലത്തേക്ക് അമേരിക്ക വലിയ തോതിൽ സഹായിക്കാനിടയുണ്ട്. അമേരിക്കൻ സേനയ്ക്ക് ഇറാൻ്റെ ആണവ പദ്ധതിയെ നിർവീര്യമാക്കുന്നതിന് ഒരു വേദിയായി പാകിസ്ഥാൻ നിലകൊള്ളും എന്ന് വ്യക്തം. ദീർഘകാലാടിസ്ഥാനത്തിൽ ടെഹ്റാൻ ഭരണമാറ്റ പദ്ധതിയുടെ ഫലത്തെ ആശ്രയിച്ച് ഒരു കലാപത്തിന് വിതച്ച് നിലനിർത്തുകയും മുല്ല ഭരണകൂടത്തെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് സഹകരിക്കുക എന്ന ദ്വിമുഖ തന്ത്രമാണ് പാകിസ്ഥാൻ പയറ്റുന്നത്. നിരവധി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നുണ്ട് ഇപ്പോൾ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ. റാവൽപിണ്ടി പലപ്പോഴും പെൻറ്റഗണിൻ്റെ ഉപയോഗപ്രദവും ഫലപ്രദവും ലാഭകരവുമായ ഒരു സഹായിയായി നിലകൊണ്ടിരുന്നു. ശീതയുദ്ധകാലത്ത് അമേരിക്കയുടെ ഉറ്റ പങ്കാളി. കമ്മ്യൂണിസത്തിനെതിരെ സീറ്റോ സെറ്റോ എന്നിവയിലൂടെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയുടെ പാശ്ചാത്യ സുരക്ഷാ ഘടനയുടെ ഒരു ലിഞ്ച്പിനായി അന്ന് പാകിസ്ഥാൻ നിലകൊണ്ടു. പിന്നീട് ഇന്ത്യക്കെതിരായ യുദ്ധങ്ങളിൽ 1965-ലും 1971-ലും പാകിസ്ഥാനൊപ്പം അമേരിക്ക നിലകൊണ്ടു. അന്ന് അമേരിക്കയെ പരസ്യമായി ഇന്ത്യ തള്ളിപ്പറഞ്ഞു. 65-ലും 71-ലുമൊക്കെ ഇന്ത്യക്കെതിരെ ഒരു ലജ്ജയുമില്ലാതെ ഉപയോഗിച്ച പാറ്റൻ ടാങ്കുകളും സാബർ ജെറ്റുകളും ഇസ്ലാമാബാദിന് അന്ന് സമ്മാനമായി ലഭിച്ചു. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തിയത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി പാകിസ്ഥാൻ നിലകൊണ്ടു. ഇതുവഴി പാകിസ്ഥാൻ ഉറ്റുകൊടുത്തത് അറബ് രാജ്യങ്ങളെ കൂടി. ഭൂട്ടോയുടെ വധശിക്ഷയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ എതിർപ്പുണ്ടായിരുന്ന ജനറൽ സിയാ ഉൽ ഹക്കിൻ്റെ സ്വേച്ഛാധിപത്യം വേണ്ട വിധത്തിൽ പുനഃസ്ഥാപിക്കുന്നതിൽ അമേരിക്കയും പങ്കുവഹിച്ചു. പാകിസ്ഥാൻ ഒരു സഹായ പൈപ്പ് ലൈനായി അമേരിക്കയ്ക്ക് മുന്നിൽ നിലകൊള്ളുക മാത്രമല്ല, F-16 വിമാനങ്ങളും മറ്റ് സൈനിക ഹാർഡ്വെയറുകളും അമേരിക്കയിൽ നിന്ന് വൻതോതിൽ വാങ്ങി. കുപ്രസിദ്ധനായ AUKന്റെ കീഴിലുള്ള അവരുടെ രഹസ്യ ആണവായുധ പദ്ധതിക്ക് നേരെ അമേരിക്കക്കാർ കണ്ണടച്ചു. ലിബിയ, ഇറാൻ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ആണവായുധ നിർമ്മാണത്തിനിറങ്ങിയപ്പോൾ അവർക്കെതിരെ ശക്തമായ നിലപാടെടുത്ത അമേരിക്ക പാകിസ്ഥാന് നേർക്ക് അന്ന് കണ്ണടച്ചു. പാകിസ്ഥാൻ്റെ പല കണക്കുകൂട്ടലുകളും തെറ്റിച്ചത് സെപ്റ്റംബർ 11 എന്ന ഭീകരാക്രമണമാണ്. തുടർന്ന് അഫ്ഗാനിസ്ഥാൻ അധിനിവേശവുമായി അമേരിക്കയെത്തി. അന്ന് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് സഹായകരമായ നിലപാട് പരസ്യമായി എടുത്തെങ്കിലും രഹസ്യമായി അഫ്ഗാനിലെ മതതീവ്രവാദ സംഘങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നു. ഒരു വശത്ത് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ ഭീകര ഭരണകൂടങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നിലകൊണ്ടു. മറുവശത്ത് താലിബാൻ, അൽ ഖയ്ദ, മറ്റ് ജിഹാദികൾ എന്നിവയെ വളർത്തുന്നതിൽ പാകിസ്ഥാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തി. ഈ ദ്വിമുഖ തന്ത്രം അമേരിക്ക കണ്ടെത്തി. 2 പതിറ്റാണ്ടുകൾ ഇത്തരം ശ്രമങ്ങളിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോയത്. ഈ കാലയളവിൽ വീണ്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ വൻതോതിലുള്ള US വിന്യാസത്തിനുള്ള താവളവും കേന്ദ്രവുമായി നിന്നു. എന്നാൽ ഇക്കാലയളവിൽ അമേരിക്കക്കാരോട് വഞ്ചനാപരമായ പല നിലപാടുകളും കൈക്കൊണ്ട് പാകിസ്ഥാൻ അഫ്ഗാൻ താലിബാനെതിരായ അമേരിക്കൻ പ്രചരണത്തെ ഇസ്ലാമാബാദ് പിന്തുണയ്ക്കുന്നതായി നടിച്ചു. 2022 ഓഗസ്റ്റിൽ US സൈന്യം രാജ്യം വിട്ടതോടെ താലിബാൻ എമിറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ പുനഃസ്ഥാപിക്കപ്പെട്ടപ്പോൾ ഏറെ സന്തോഷത്തോടെ വിജയം അവകാശപ്പെടാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലൂടെയെത്തി. അൽ ഖയ്ദയെ രാജ്യമെമ്പാടും പിന്തുടരുന്നതിനിടയിൽ US $2.3 ട്രില്യൺ അഫ്ഗാനിസ്ഥാനിൽ ചെലവഴിച്ചു. 2400-ലധികം സൈനികരെ തീവ്രവാദികൾ കൊന്നൊടുക്കി. എന്നാൽ തീവ്രവാദ സംഘടനയുടെ തലവനായ ഒസാമ ബിൻ ലാദൻ 2011-ൽ ISI സംരക്ഷണത്തിൽ ഒരു വലിയ പാകിസ്ഥാൻ കന്റോൺമെൻറ്റിനടുത്തുള്ള ഒരു സുരക്ഷിത വീട്ടിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന് അമേരിക്ക തന്നെ കണ്ടെത്തി. പിന്നീട് ഒസാമ ബിൻ ലാദനെ അവിടെയിട്ട് അമേരിക്ക തീർത്തു. ഇതോടെ പാകിസ്ഥാനും അമേരിക്കയ്ക്കുമിടയിൽ സംശയത്തിൻ്റെ ശക്തമായ വിള്ളലുകൾ വീണു. എന്നാൽ ഇറാൻ്റെ ആണവ മിസൈൽ ശക്തികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 6 ദിവസം പഴക്കമുള്ള ഇസ്രായേലി ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതിന് ശേഷം അമേരിക്ക തുടരുന്ന പാകിസ്ഥാൻ പ്രീണനം ഇത് ഇന്ത്യയെ അലോസരപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. 1000 കിലോമീറ്ററുകൾക്കകലെ സ്വന്തം ജനതയുടെ 10 ഇരട്ടി ജനസംഖ്യയുള്ള ഇറാനെ ആക്രമിച്ചു തുടങ്ങിയ ഇസ്രായേലിന് കട്ട പിന്തുണ നൽകേണ്ട അമേരിക്ക തുടക്കത്തിൽ പതറി നിൽക്കുന്നു. എന്നാൽ മറുവശത്ത് പാകിസ്ഥാനെ അവർ ചേർത്ത് പിടിക്കുന്നു. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ 15% ഷീകൾ.
എന്നാൽ ഇറാൻ്റെ ഇസ്ലാമിക വിപ്ലവത്തോട് അനുഭാവം പുലർത്തുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട്. പാകിസ്ഥാൻ ഭയപ്പെടുന്ന പലതും അവരുടെ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലുണ്ട്. ബലൂചിസ്ഥാൻ്റെ സ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ തലവേദന. ബലൂജികൾ ഇറാൻ മണ്ണും തങ്ങളുടേതായ അവകാശവാദം ഉന്നയിക്കുന്നു. ഇറാനികൾക്കും പാകിസ്ഥാനികൾക്കുമിടയിൽ വംശീയമോ രാഷ്ട്രീയമോ ആയ സ്നേഹം നഷ്ടപ്പെട്ടിട്ടില്ല. ചരിത്രപരമായി ഇറാനികൾ കൂടുതലും പടിഞ്ഞാറ് നോക്കി നിൽക്കുന്നു. കിഴക്കുമായുള്ള ബന്ധങ്ങൾ അവർക്ക് കുറവാണ്. ഇറാൻ പദ്ധതി എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്ന അമേരിക്ക ഇന്ത്യൻ സൗഹൃദത്തിന് വില കൊടുക്കുന്നില്ലേ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നു. എന്നാൽ ട്രംപിൻ്റേത് വെറും നാടകമാണെന്നും പാകിസ്ഥാനോട് അമേരിക്ക വലിയ താല്പര്യം കാട്ടുന്നില്ല എന്നും പ്രചരിപ്പിക്കുന്നവരുണ്ട്. പാകിസ്ഥാൻ്റെ ഒത്താശയോടെ അമേരിക്ക ഇറാന് നേർക്ക് മാരകമായ ആക്രമണങ്ങൾക്ക് മുതിരുമോ? അതിനുള്ള സാധ്യത തുലോം വിരളമാണ് എന്ന് യുദ്ധവിദഗ്ധർ പറയുന്നു. കാലങ്ങളായി ഇന്ത്യയും നരേന്ദ്രമോദിയും തുടരുന്ന പല നയതന്ത്രത്തിന് പിന്നിലും അമേരിക്കയുടെ ചതിക്കുഴികളുണ്ടെന്ന് വ്യക്തം. ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയും ഫ്രാൻസിനെയും. അമേരിക്കയുമായി ഒട്ടനവധി പ്രതിരോധ സംരംഭങ്ങൾക്ക് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യ അന്ധമായി അമേരിക്കയെ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. ചരിത്രം പറഞ്ഞു തന്ന വഴികളിലൂടെ ഇന്ത്യ നീങ്ങുമ്പോൾ അമേരിക്കയുടെ ഇത്തരം ഇടപെടലുകൾ തന്നെയാണ് ഇന്ത്യ സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ നോക്കിക്കാണുന്നതും. മറുവശത്ത് ഇറാൻ ഇന്ത്യയുടെ നിലപാടിനെ ഇപ്പോൾ വിമർശിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ നിഷ്പക്ഷ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനോട് ഇന്ത്യക്ക് ഇത്തിരി മമത കൂടുതലുണ്ട് എന്ന് വ്യക്തം. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ യുദ്ധങ്ങളിലും പ്രതിരോധത്തിലുമൊക്കെ ഇന്ത്യ കൂടുതൽ ആശ്രയിക്കുന്നത് റഷ്യയെയും മറുവശത്ത് ഫ്രാൻസിനെയും ഇസ്രായേലിനെയും. അമേരിക്ക കൂടുതൽ തന്ത്രപരമായ പങ്കാളിത്തം പാകിസ്ഥാനുമായി തുടർന്നാൽ ഇന്ത്യയുടെ നയതന്ത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകുമെന്ന് വ്യക്തം. അസിം മുനീറിൻ്റേത് വെറുമൊരു ഉച്ചയൂണ് വിരുന്ന് മാത്രമല്ല, അമേരിക്കൻ നയതന്ത്രത്തിലെ വലിയ വ്യതിയാനമാണ് ലോകം കാണുന്നത്. ഇറാൻ ഭയം അമേരിക്കൻ നയതന്ത്രത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.